അബ്ദുസമ്മദ് അമാനി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ശബ്ദാവിഷ്കാരം. അവൻ കള്ളനാണെന്ന് തെളിഞ്ഞില്ലെങ്കിൽ ഞാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫ്രിയുടെ മകനല്ല. ത്വരീഖത്ത് എന്ന പേരിൽ വ്യാജന്മാർ സ്റ്റേജുകൾ കെട്ടി മഹാന്മാരായ പണ്ഡിതന്മാരെ തെറി പറയുന്നത് കാണുമ്പോൾ ചില അനുഭവങ്ങൾ പങ്കുവെക്കണമെന്ന് തോന്നുകയാണ്. കാട്ടിൽ നിന്നും ഒരു വലിയ വന്നിരിക്കുന്നു എന്ന പ്രചാരണം ശക്തമായ കാലം. അനൗദ്യോഗികമായി പല കോണുകളിൽ നിന്നും ഒരു വ്യക്തിയെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വാഴ്ത്തലുകൾ ചേർത്ത് പുകഴ്ത്തുകയാണ്. ഏതോ കാട്ടിൽ വർഷങ്ങളോളം ആരാധനയിൽ മുഴുകി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ മനുഷ്യനെ തേടി കാട്ടിൽ നിന്നും ഒരു കുതിര വന്നുവെന്നും ആ കുതിരക്കും വലിയ മഹത്വമുണ്ടെന്നും മക്ബറകളിൽ ചെന്നാൽ ഔലിയാക്കളോട് നേരിൽ കൂടിക്കാഴ്ച നടത്താറുണ്ടെന്നും ഇടയ്ക്കിടെ ശരീരം നാട്ടിലാണെങ്കിലും നഫ്സ് ബഗ്ദാദിലും ഹറമിലുമൊക്കെ പോകുന്നുണ്ടെന്നും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ 2 ജുസ് ഖുർആൻ മനഃപ്പാടമാക്കിയെന്നും തുടങ്ങി വമ്പൻ വിടൽസുകളാണ് അയാളെക്കുറിച്ചുള്ള സംസാരങ്ങൾ. നിജസ്ഥിതി അറിയുന്നതിന് മുമ്പ് വന്ദ്യരായ സയ്യിദ് അസ്ലം ജിഫ്രി തങ്ങളോട് ഞാൻ അയാളെക്കുറിച്ച് അഭിപ്രായം ആരാഞ്ഞു. ആളുകൾ തടിച്ചുകൂടുന്നുണ്ടെന്നും എന്തോ വലിയ മഹത്വമുള്ള ആളാണെന്നും ധരിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. മദ്ഹ് ബൈത്തുകൾ വളരെ ആകർഷണീയമായ ശൈലിയിൽ പാടുമെന്നും കേട്ടിരുന്നു. നല്ല ആളാണെങ്കിൽ നല്ലത് തന്നെ നമുക്ക് നോക്കാം. ഇത്രയേ തങ്ങൾ പറഞ്ഞുള്ളൂ. തങ്ങൾ അയാളെ നേരിൽ കാണുകയോ കേൾക്കുകയോ ചെയ്തിരുന്നില്ല. പലരും എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. നിങ്ങളെപ്പറ്റിയൊക്കെ സദസ്സിൽ പറയാറുണ്ടെന്ന് ചിലർ. ആ ഇടക്ക് ബാലുശ്ശേരി ഭാഗത്ത് ഒരു ബുർദ സദസ്സിന് നേതൃത്വം നൽകാൻ പോകുമ്പോൾ പൂനൂർ വച്ച് ആ വ്യക്തിയെ ഞാൻ ആദ്യമായി കണ്ടു. ഒറ്റ നോട്ടത്തിൽ തീർത്തും നാടകീയമായ രംഗമാണ് കണ്ടത്. ബോധം കെട്ട് വീഴലും കൂടെയുള്ളവർ പിടിച്ചു വെക്കലുമൊക്കെയായി ഒരു തരം ഹാല്. പിറ്റേന്ന് തങ്ങളെ ചെന്ന് കണ്ട് അനുഭവം പങ്കുവച്ചപ്പോഴും തങ്ങൾ കൂടുതലൊന്നും പറഞ്ഞില്ല. നല്ലയാളാണെങ്കിൽ തുടരാം. റബീഉൽ അവ്വൽ ആദ്യ തിങ്കളാഴ്ച ഞാനും തങ്ങളും മർക്കസിലേക്ക് തിരിച്ചു. അവിടെ നടക്കുന്ന ഗ്രാൻഡ് മൗലിദ് സദസ്സിൽ പങ്കെടുത്ത് ഷാറെ മുബാറക്ക് തബറുക്കെടുത്ത് ദുബായിലേക്ക് പോവാനാണ് നമ്മുടെ പ്ലാൻ. സ്റ്റേജിന്റെ പിറകുവശത്ത് അയാൾ ഇരിക്കുന്നു. കുറച്ച് ശിങ്കിടികൾ വീശറി വീശിയും കാലി പിടിച്ചു കൊടുത്തും കൂടെയുണ്ട്. സ്റ്റേജിൽ കയറിയ ശേഷമാണ് ആ കാഴ്ച ഞങ്ങൾ ശ്രദ്ധിച്ചത്. തങ്ങൾ ഉടൻ എന്നോട് പറഞ്ഞു, അമാനി, ഇവൻ മഹാകള്ളനാണ്. ഇവന്റെ മുഖത്ത് ചുവപ്പ് ലൈറ്റടിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതായി. തങ്ങളെ അങ്ങനെ പറയല്ലേ, വലിയ മഹാനാണെന്ന് എല്ലാവരും പറയുന്നത്. തങ്ങൾ അതുതന്നെ തുടർന്നു. എനിക്ക് എങ്ങനെയും അംഗീകരിക്കാനാവില്ല. അവന്റെ മുഖത്ത് നിഫാഖ് ഞാൻ കാണുന്നുണ്ട്. ആരും അയാളുടെ ഉള്ളുകള്ളികൾ തിരിച്ചറിയും മുമ്പ് തങ്ങൾ ഇത് പറഞ്ഞത് ഇന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. എനിക്കൊരേ സമയം ഭയവും കൗതുകവും തോന്നി. ഞങ്ങൾ യാത്ര തുടർന്നു. ദുബായ് എത്തി. അബുദാബിയിലേക്ക് നീങ്ങി. തങ്ങൾ ഇയാളെക്കുറിച്ച് വാചാലനായി കൊണ്ടിരിക്കുന്നു. അന്ന് പ്രവാസി മലയാളികൾക്കിടയിൽ മലബാർ ക്ലാസ് റൂം സജീവമായിരുന്നു. പാതിരാവിൽ അതും വഴി ഹംദുസ്താദ് എന്ന ഐഡിയിൽ ഇയാൾ കയറുക പതിവാണ്. ചർച്ചകളും ക്ലാസ്സുകളും എല്ലാം കഴിഞ്ഞ് 1 മണിക്കും 2 മണിക്കുമൊക്കെ ശേഷമെത്തുന്ന ഹംദുസ്താദിന്റെ ദുആ പതിയെ പ്രസിദ്ധി ആർജിച്ചു. വാട്സപ്പും മറ്റും സോഷ്യൽ മീഡിയകളും സുലഭമായി രംഗത്തെത്തുന്നതിന് മുമ്പ് മലബാർ ക്ലാസ് റൂം വളരെ സജീവമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അബുദാബിയിലെത്തുന്നത്. ക്ലാസ് റൂമിലെ പ്രോഗ്രാമുകളിൽ സജീവമാണ് അൽമക്ർ അബുദാബി നേതൃത്വം എൻ്റെ സുഹൃത്തായ ലത്തീഫ് ഹാജി മാട്ടൂൽ. മൂപ്പരുടെ അടുത്ത് വെച്ചും തങ്ങൾ വിദ്വാനെ കുറിച്ച് പറഞ്ഞു. അവൻ കള്ളനാണെന്ന പ്രയോഗം ഹാജിയെ അന്ന് വല്ലാതെ വേദനിപ്പിച്ചുവെന്നാണ് സത്യം. അങ്ങനെയാണ് ഞങ്ങൾ അബുദാബി ടൗണിൽ വെച്ച് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ഉസ്താദിനെ വെണ്ണക്കോടിനെ കാണുന്നത്. തങ്ങൾ കാര്യം അവിടെയും കാര്യം പറഞ്ഞു. പുതിയൊരു ഷെയ്ഖ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, നിങ്ങൾ പോയില്ലേ? ഫൈസി ഉസ്താദ് പ്രതിവചിച്ചത് അൽ മർഉ അലാ ദീനി ഖലീലിഹി, ലാലു പ്രസാദ് യാദവ് അയാളുടെ ഖലീൽ എന്നായിരുന്നു. പലരും തെറ്റിദ്ധാരണ മൂലം അംഗീകരിക്കുന്ന കാലത്തും മുഖം നോക്കി ഹൃദയം വായിച്ച പോലെ തങ്ങൾ ആ പദം ആവർത്തിച്ചു. അവൻ കള്ളനാണ്. വാക്കുകൾ പുലർന്നുകണ്ട സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫ്രി തങ്ങളുടെ പ്രിയപുത്രനാണല്ലോ തങ്ങൾ. ശ്രീലങ്കയിലെ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച സകല വ്യാജന്മാരെയും അടക്കിയിരുത്തിയ നേതൃത്വമാണ് ആ പിതാവ്.
ചരിത്രത്തിന്റെ ആവർത്തനം പോലെ മകൻ അസ്ലം ജിഫ്രി തങ്ങളും പലരും തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ വ്യാജനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത്തഖു ഫിറാസത്തുൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. യഥാർത്ഥ വിശ്വാസി മുഖം നോക്കിയിട്ട് പറയുന്ന വാക്കുകൾ അള്ളാഹുവിന്റെ പ്രത്യേക പ്രഭയാൽ ഉണ്ടാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഹദീസ് ഉണ്ടല്ലോ. അബുദാബി യാത്രയിലുണ്ടായ ഒരു സംഭവം ഇപ്പോൾ ഓർക്കുകയാണ്. മഹാനായ ചിത്താരി ഉസ്താദിന്റെ പേരമകളുടെ ഭർത്താവ് ജാഫറിന്റെ മുറിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ജാഫറിന്റെ കാരണവർ സയ്യിദ് ചൊവ്വ തങ്ങൾ വന്നതറിഞ്ഞ് ആ മുറിയിലേക്ക് വന്നു. തങ്ങൾ ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോൾ കാണുന്നത് സയ്യിദ് ചൊവ്വയെയാണ്. തങ്ങൾ അവിടുത്തെ ഭിത്തിക്കു കൈ കൊണ്ട് അടിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൻ കള്ളനാണെന്ന് തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അബ്ദുറഹ്മാൻ ജിഫ്രിയുടെ മകനല്ല. വല്ലാത്തൊരു വാക്കായിരുന്നു അത്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? സയ്യിദ് എന്നോട് ചോദിച്ചു. ഒരു ഹാഫിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അയാളെ പറ്റിയാണ്. സയ്യിദിന്റെ വരവ് തന്നെ ഹാഫിദിനെ എന്തോ പരിപാടിക്ക് ക്ഷണിക്കാൻ സമ്മതം ചോദിക്കാനാണ്. ഇത് കേട്ടതും അദ്ദേഹം പിന്നെ ചോദിച്ചില്ല. തൊട്ടടുത്ത് മർക്കസ് സമ്മേളനത്തിൽ ഞാനും തങ്ങളും ചെന്നു. അയാളെ കണ്ടു. പലരും അയാളെ കൊണ്ടു നടക്കുകയാണ്. ദിക്ർ ഹൽക്ക വേദിയിൽ വെച്ച് തങ്ങൾ എന്നോട് പറഞ്ഞു, എന്ത് സംഭവിക്കുമെന്ന് ഭയവും ആശങ്കയും എന്നെ പിടികൂടി. കൂറ്റമ്പാറ ഉസ്താദ് തങ്ങൾക്ക് പച്ചക്കൊടി കാട്ടി. തങ്ങളെ, ഞാനുമുണ്ട്. നൗഷാദിനെ നോക്കി തങ്ങൾ പറഞ്ഞു, നിന്റെ ഇസ്സത്ത് മുഴുവനും പോകും കേട്ടോ. അതൊരു മുഴക്കം പോലെ എൻ്റെ ഉള്ളിൽ കേൾക്കുന്നുണ്ട്. അയാളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചാൽ ഞാൻ മൈക്ക് പിടിച്ചു വാങ്ങും. തങ്ങളിത് പറഞ്ഞപ്പോൾ കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞു, ഞാനുമുണ്ട് തങ്ങളുടെ കൂടെ. തങ്ങളുടെ ഇടപെടൽ ഫലം കണ്ടു. ആ വേദിയിൽ ദുആ ചെയ്തില്ല, ബൈത്ത് പാടിച്ചതുമില്ല. പലർക്കും തങ്ങൾ പറഞ്ഞതിൽ കാര്യമെന്തോ ഉണ്ടെന്ന് ബോധ്യമായി. തങ്ങൾ ധൃതിയിൽ വേദിയിൽ നിന്നിറങ്ങി പോവാൻ തിരക്ക് കൂട്ടി. കോഴിക്കോട് ടൗണിലെത്തി ലൈവ് മാർഗം പ്രോഗ്രാം വീക്ഷിച്ചു കൊണ്ടാണ് യാത്ര. അമാനി എവിടെ പോയി? ബുർദ ചൊല്ലാൻ എന്നെ ഷെയ്ഖുന ക്ഷണിക്കുന്നതും ഞാൻ കാണുന്നത് കോഴിക്കോട് ടൗണിൽ വെച്ചായിരുന്നു. അങ്ങനെ ഫാദിലി ഉസ്താദ് മനോഹരമായി ബുർദ ചൊല്ലി. അതിനു മുമ്പ് നടന്ന ചരിത്ര പ്രസിദ്ധമായ മസ്ജിദുൽ ആസാറിന്റെ തറക്കല്ലിടൽ കർമ്മം ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി നടക്കുമ്പോൾ ആ വേദിയിൽ രാജപരിവേഷത്തിൽ വിദ്വാനെത്തിയിരുന്നു. താജുൽ ഉലമയെയും റയീസുൽ ഉലമയടക്കമുള്ള വലിയ നേതൃത്വത്തെ ഇരുത്തി വിദ്വാൻ താരപരിവേഷം നൽകാൻ ചില ശ്രമങ്ങൾ അവിടെയും നടന്നു. പരിപാടികൾ അവസാനിക്കാറായ സമയത്ത് ഭവ്യതയിൽ എന്ന പോലെ വലിയ ഷാളും പുതച്ച് മൈക്കിനടുത്ത് വന്ന് ബൈത്തുകൾ പാടാൻ തുടങ്ങി. ഞാൻ സയ്യിദ് ജിഫ്രി തങ്ങളുടെ കൂടെയുണ്ട്. തങ്ങൾക്ക് അത് കണ്ടു നിൽക്കാനാവുന്നേ ഉണ്ടായിരുന്നില്ല. പേരോട് ഉസ്താദിനോട് ആ കാര്യം സൂചിപ്പിച്ചു. അയാളുടെ അഭിനയ കോപ്രായങ്ങളിൽ പലരും അസ്വസ്ഥരാണെന്ന് അന്നത്തെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അന്നത്തെ പരിപാടികൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ തങ്ങൾ പേരോട് ഉസ്താദിനെ ഫോണിൽ വിളിച്ചു. എത്രയോ സയ്യിദന്മാരും ആലിമീങ്ങളുമുള്ള വേദിയിൽ ഇവനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമെന്തെന്നാണ് ആവർത്തിച്ചു പറഞ്ഞു. ഉസ്താദ് തൽക്കാലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത്. പൊന്മുള ഉസ്താദിനെയും വിളിച്ചു. തങ്ങളുടെ വാക്കുകളെ അക്ഷരം പ്രതി ശരിവെക്കുകയാണുണ്ടായത്. ആലപ്പുഴ മണ്ണഞ്ചേരി ദാറുൽ ഹുദ സ്ഥാപനത്തിൽ ഞാനും സുഹൈൽ തങ്ങളും എല്ലാ വർഷവും ബുർദക്ക് പോകാറുണ്ട്. ഒരു വർഷത്തെ പരിപാടി നോട്ടീസിൽ ഈ വിദ്വാന്റെ പേര് കണ്ടു. ജിഫ്രി തങ്ങളോട് അഭിപ്രായം ചോദിച്ചു. ഞങ്ങളോട് പറഞ്ഞത് പരിപാടിക്ക് പൊയ്ക്കോളൂ, അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇരിക്കേണ്ട. ഞങ്ങൾ യാക്രമ ചൊല്ലുമ്പോൾ ശിങ്കടികളുമായി അയാളെത്തി. സുഹൈൽ തങ്ങൾ വേഗം ദുആ ചെയ്ത് ഞങ്ങൾ സ്റ്റേജിൽ നിന്നിറങ്ങി. അന്ന് അവിടെയുള്ള സംഘാടകർക്ക് ഞങ്ങളോട് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവർക്കും കാര്യം ബോധ്യപ്പെട്ടു. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫ്രി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെയും മകൻ സയ്യിദ് അസ്ലം ജിഫ്രി തങ്ങളുടെയും എത്രയോ വാക്കുകൾ പുലർന്നത് അനുഭവിച്ചവനാണ് ഈ ഉള്ളവൻ. ഈ വിഷയത്തിൽ തന്നെ അവിടുത്തെ വലിയുപ്പാപ്പ കോഴിക്കോട് കുറ്റിച്ചിറയിൽ വിശ്രമിക്കുന്ന ഷെയ്ഖുൽ ജിഫ്രി തങ്ങളെ പല തവണ സിയാറത്ത് ചെയ്ത് ഇതിന്റെ ഹക്ക് തെളിയിക്കണമെന്ന് അവിടുന്ന് പറയുന്നത് വിനീതൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അയാളുടെ കള്ളത്തരങ്ങൾ പകൽ പോലെ വിശ്വാസികൾക്ക് വ്യക്തമായി. സൂഫി ലോകത്തെ എല്ലാ മഹാന്മാരും അംഗീകരിക്കുന്ന സുൽത്താനുൽ ഉലമക്ക് നേരെ പോലും ലജ്ജയില്ലാതെ സംസാരിച്ച ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് ഷൈത്വാനാണ്. അയാൾക്കും അയാളുടെ കോപ്രായങ്ങളിൽ പെട്ടുപോയ ഏതാനും സാധുക്കൾക്കും അല്ലാഹു ഹക്കായ വഴി കാണിച്ചു കൊടുക്കട്ടെ എന്നത് മാത്രമാണ് പ്രാർത്ഥന. നമ്മുടെ അഭിവന്യ ഷെയ്ഖുനായുടെയും മഷായിഖന്മാരുടെയും തണലിൽ ജീവിച്ചു ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ. ആമീൻ. അബ്ദുസ്സമദ് അമാനി, പട്ടുവം. കുറിപ്പ്:
വിനീതൻ ഒരു ചെറിയ സർജറി കഴിഞ്ഞ് വിശ്രമത്തിലാണ്. ഈ സമയത്ത് ഇതിലൊക്കെ ഇടപെടണോ എന്ന് ചില സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ കരളായ ഷെയ്ഖുനയെ പരാമർശിച്ചു. ശബ്ദയില്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഉസ്താദ് അതറിയുമോ എന്നറിയില്ല, സഹിക്കാനായില്ല. അതുകൊണ്ട് എഴുതിയതാണ്. എല്ലാവരും ദുആ ചെയ്യുക. അബ്ദുസ്സമദ് അമാനി, പട്ടു.